ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2025 6 മാസം ഇന്നുകൊണ്ട് നാം പിന്നിടുകയാണ്. അരവർഷം തമ്പുരാൻ നമ്മെ പരിപാലിച്ച് 2025 ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ചയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലം അതാതിടങ്ങളിൽ അത്ഭുതകരമായി, അതിശയകരമായി നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെഖരിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്ക്. സെഖരിയ ചാപ്റ്റർ 1 വേഴ്സ് 3 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതെ, ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവാചക ശുശ്രൂഷ ചെയ്തതിൽ ഒരാൾ, പ്രത്യേകാൽ സഭായുഗത്തിന്റെ അന്തം, യേശുക്രിസ്തുവിന്റെ പുനരാഗമനം, ഇസ്രയേലിന്റെ കൂടിച്ചേരൽ എന്നിവയെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്ന ധന്യമായ പ്രവചന ഗ്രന്ഥം. സെഖരിയാവിനോട് ദൈവം അരുളി ചെയ്യുകയാണ്, നീ എന്റെ ജനമായ ഇസ്രയേലിനോട് പറയേണ്ടത്, ഞാൻ വളരെ കോപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിയണം. നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്കും തിരിയും. അതിന്റെ കാരണം, നിങ്ങളുടെ പിതാക്കന്മാർ എത്ര പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അവർ ചോദ്യം ചെയ്തു. പ്രവാചകന്മാരെയും ദൈവിക ആലോചനകളെയും മറുതലിച്ച് ചോദ്യം ചെയ്തു. അതുകൊണ്ട് ആ പിതാക്കന്മാർ ചെയ്ത അതേ സ്വഭാവം അത് തന്നെ നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. നിങ്ങൾ എങ്കിലേക്ക് തിരിയണം. ആര് എന്നിലേക്ക് തിരിയുന്നോ ഞാനും അവരിലേക്ക് തിരിയും. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നുകൊണ്ട് നാം 2025 6 മാസം അഥവാ അരവർഷം പൂർത്തീകരിക്കുന്നു. പ്രത്യേക 6-ാം മാസമായ ജൂൺ മാസം നമ്മെ വിട്ടുപോകുന്നു. അവരവർ സത്യസന്ധമായി സ്വയം ശോധന ചെയ്യുക. ഈ കഴിഞ്ഞ ഒരു മാസം ഞാൻ ആത്മാർത്ഥതയോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞോ? ആവശ്യങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ചിലർക്ക് അന്നേരം പ്രാർത്ഥന കൂടും, ചിലർക്ക് ഉള്ള പ്രാർത്ഥന ഇല്ലാതെയാകും. പലർക്ക് പല വിധങ്ങളിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 6 മാസം നാം പിന്നിടുമ്പോൾ ലോകം മുഴുവനും എത്രയോ ഞെട്ടിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രത്യേകാൽ ഈ ജൂൺ മാസം എത്ര അപകടങ്ങൾ! കടൽ മാർഗം കപ്പലിലുണ്ടായ അപകടങ്ങൾ, വ്യോമമാർഗം വിമാനത്തിനുണ്ടായ അപകടങ്ങൾ, യുദ്ധങ്ങൾ, വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭം,
പടർന്നു പിടിച്ച പലവിധ രോഗങ്ങൾ, ഉരുൾപൊട്ടൽ, പ്രതിസന്ധികൾ, ഒരുപക്ഷെ ഇവയെല്ലാം നമ്മളെ നേരിട്ടില്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി ഇതൊക്കെ സംഭവിച്ചുകൊണ്ടുമിരിക്കുന്നു. അതിന്റെ ഒക്കെ മധ്യേ തമ്പുരാൻ നമ്മെ പരിപാലിച്ചത് നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ വലിയ ദയയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതൊരു അഡ്വാൻറ്റേജായി എടുത്തുകൊണ്ട് 2025 സെക്കൻഡ് ഹാഫിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതരുത്. അവിടെയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ പ്രസക്തി. കഴിഞ്ഞ 6 മാസം ഇതിന്റെ ഒക്കെ മധ്യേ അങ്ങ് നടന്നു. രോഗം വന്നു, ഭാരം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, കുഞ്ഞുങ്ങളുടെ വിഷയം വന്നു. അവയൊക്കെ ഞാൻ അതിജീവിച്ചു. ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ എന്താ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ, ദശാംശം കൊടുത്തില്ലെങ്കിൽ എന്താ, കർത്തൃമേശയിൽ പങ്കുചേർന്നില്ലെങ്കിൽ എന്താ, നടന്നില്ലേ? 6 മാസം ഒരു കുഴപ്പമില്ലാതെ പോയില്ലേ? അതുകൊണ്ട് ഇനിയും അങ്ങനെ അങ്ങ് പോകും ഇല്ല. സെഖരിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ അടുത്ത തലമുറയോട് ദൈവം പറയുകയാണ്, ഞാൻ വളരെ കോപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ തുടങ്ങരുത്. നിങ്ങൾ എന്നിലേക്ക് തിരിയുവിൻ, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. അതെ, കഴിഞ്ഞ 1 മാസം അല്ല 6 മാസം ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളും പരാജയങ്ങളും നമുക്ക് ഏറ്റുപറയാം. പ്രാർത്ഥിക്കാതിരുന്നത്, ആരാധന മുടങ്ങിയത്, കുടുംബ പ്രാർത്ഥന മുടങ്ങിയത്, വ്യക്തിപരമായ വചനധ്യാനവും പ്രാർത്ഥനയും മുടങ്ങിയത്, ആരോഗ്യവും സമയവും വാഹനവും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും മനഃപൂർവം ആരാധനയിൽ പങ്കുചേരാതിരുന്നത്, പ്രാർത്ഥിക്കാതിരുന്നത്, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കാതിരുന്നത്, ഇവയൊക്കെ വലിയ കുറവ് തന്നെയാ കേട്ടോ, മറന്നുപോകരുത്. അത് ആവർത്തിച്ചുകൊണ്ട് അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ആരും കരുതരുത്. ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം വായിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ക്രമമായി സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടോ? വ്യക്തിപരമായി ദൈവവുമായി ബന്ധം പുലർത്തുന്നുണ്ടോ? അതോ പഠനം, ജോലി, കരിയർ, എങ്ങനെയും പിടിച്ചു കയറുക, ഇതിനു വേണ്ടിയുള്ള തത്രപ്പാടിലുള്ള ഓട്ടത്തിലാണോ? പാടില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയണം. കാരണം ദൈവം നമ്മിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, ഞാൻ വളരെ വേദനയോടും വചനത്തിന്റെ അടിസ്ഥാനത്തിലും വളരെ വ്യക്തമായി പറയട്ടെ, ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതും ഇന്ന് ലോകം നേരിടുന്നതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്നും പിന്മാറിയതാണ്. ദൈവഹിതത്തിന് വിപരീതമായി ജീവിക്കുന്നതാണ്. തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം തന്നെ മെനഞ്ഞുണ്ടാക്കി തന്റെ ജീവശ്വാസമൂതി ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് തന്നോടുകൂടെ സംസർഗത്തിൽ ഇരിക്കേണ്ട മനുഷ്യൻ പിശാചിന്റെ വാക്കനുസരിച്ച്
ദൈവിക സംസർഗത്തിൽ നിന്നും തോട്ടത്തിൽ നിന്നും പുറത്തായി. അതെ, അന്നു മുതൽ ഇന്നും മനുഷ്യൻ ഉഴലുകയാണ്. നമുക്ക് തിരിഞ്ഞു വരാം. നമ്മുടെ തലമുറ തിരിഞ്ഞ് ദൈവത്തെ കാണട്ടെ. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം ചോദിക്കുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് 42-ാം സങ്കീർത്തനത്തിൽ കോരകൂത്രന്മാര് പറയുമ്പോൾ നമുക്ക് പറയാം, ഞാൻ എന്റെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അത് ഞാൻ എങ്ങനെ അറിയുന്നു? എന്റെ ദൈവം ഹല്ലേലൂയ എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ദൈവം എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നു, എന്റെ ഭാരങ്ങൾ കണ്ടിരിക്കുന്നു, എന്റെ വേദനകൾ കണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് കടന്നു പോകുന്ന എന്റേതായ ചെറുതും വലുതുമായ വിഷമതകൾ, സങ്കടങ്ങൾ, എന്റെ കണ്ണുനീർ എന്റെ കൂടെയുള്ളവർ കാണാത്തത്, എന്റെ കൂട്ടുകാർ കാണാത്തത്, എന്റെ കുടുംബക്കാർ കാണാത്തത്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്തതും അറിയിച്ചിട്ടില്ലാത്തതുമായ എന്റെ വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങൾ എന്റെ തമ്പുരാൻ കണ്ടിരിക്കുന്നു. അതിന്മേൽ നിശ്ചയമായും മറുപടിയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, വിമോചനമുണ്ട്. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അതെ, 2025 6-ാം മാസത്തിന്റെ 30-ാം തീയതി 5-ാമത്തെയും അവസാനത്തെയും തിങ്കളാഴ്ച സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിയാം. ഹല്ലേലൂയ. വചനം പറഞ്ഞത് ഇന്നത്തെ ആത്മീയ നേതാക്കന്മാർ നൽകുന്ന ഓഫറൊന്നുമല്ല. ഇന്നെല്ലാം ഓഫറിന്റെ ലോകമാണ്. പ്രാർത്ഥിച്ചാലും ഓഫറാ, കൂട്ടായ്മയ്ക്ക് വന്നാലും ഓഫറാ, എല്ലാത്തിനും ഓഫറാണ്. ഓരോ ഓഫറും പറഞ്ഞില്ല, ഓ ഞാൻ നിങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്ന ദൈവമാണ്. അതിനപ്പുറത്ത് എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? വേദനിക്കുന്ന മനസ്സുമായി, തുടിക്കുന്ന ഹൃദയവുമായി, കണ്ണീരൊലിപ്പിക്കുന്ന കലങ്ങിയ കണ്ണുകളുമായി, സങ്കടത്തിലും വിഷമത്തിലുമായിരിക്കുന്ന എന്റെ പ്രിയ അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഇത്രയും ഓടിയില്ലയോ? ദൈവത്തെ വിട്ട് ഒത്തിരി ഓടിയില്ലേ? സ്വന്തം ഇഷ്ടത്തിനൊക്കെ ജീവിച്ചില്ലേ? പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം നയിച്ചില്ലേ? പള്ളിയിലൊക്കെ പോയി നിന്നുകൊടുത്തിങ്ങി പോന്നില്ലേ? കോമ്പൗണ്ടിലൊക്കെ നിന്ന്, കൊയറിലൊക്കെ പാടി, യുവജന പ്രസ്ഥാനത്തിലൊക്കെ കയറി, പള്ളിയിലെ ഭക്തനായൊക്കെ നിന്നില്ലേ? അതൊക്കെ നമുക്കങ്ങ് വിടാം. യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഹല്ലേലൂയ. ദൈവം നമ്മിലേക്ക് തിരിയും. അതെ, ഒരു നിമിഷം സ്വയം ശോധന ചെയ്യാം. കഴിഞ്ഞ 6 മാസം ദൈവത്തിൽ ഞാൻ സകല നന്മകളും അനുഭവിച്ചിട്ട് എത്ര പ്രാവശ്യം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു? എന്നാലും അവന്റെ ദയ എന്നോട് ദീർഘമാക്കിയിരിക്കുന്നതിനാൽ 6 മാസം പൂർത്തീകരിപ്പാൻ തമ്പുരാൻ കൃപ ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിങ്കിലേക്ക് തിരിയും. അങ്ങനെയാകുമ്പോൾ എന്റെ ദൈവം എന്നിലേക്ക് തിരിഞ്ഞ് എന്നെ തന്നെ ഏറ്റെടുക്കും. എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ പ്രശ്നത്തെ ഏറ്റെടുക്കും. ആ ദൈവത്തിന് വേണ്ടി വരുംകാലങ്ങൾ ഞാൻ ജീവിക്കും. ഈ തീരുമാനത്തോടും ദൃഢനിശ്ചയത്തോടും പ്രാർത്ഥനയോടും ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 6 മാസം തമ്പുരാൻ ഞങ്ങളെ പരിപാലിച്ചു. അപ്പാ, ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയാതെ ഇരുന്നിട്ടുണ്ട്. ആരാധനയിൽ പങ്കെടുക്കാതെ ഇരുന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ട്. വചനം വായിക്കാതെ ഇരുന്നിട്ടുണ്ട്.
അങ്ങയുടെ മാംസ ശരീര രക്തങ്ങളെ വിശ്വാസത്തോടെ കൈക്കൊള്ളാതെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അങ്ങയിൽ നിന്നും അന്യപ്പെട്ട് അകന്ന് നിന്നപ്പോഴും ഞങ്ങളെ കരുതിയല്ലോ, സ്നേഹിച്ചല്ലോ. ഇതാ ഞങ്ങൾ ഇന്ന് അങ്ങയിലേക്ക് തിരിച്ചു വരുന്നു. സെഖര്യാവിൽ കൂടെ ഇസ്രായേലിനോട് പറഞ്ഞ ആ വലിയ അരുളപ്പാട് ഇതാ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ വ്യക്തിപരമായി കുടുംബമായും അവിടുന്ന് സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ. ഞങ്ങളിലേക്ക് സ്വർഗം തിരിയണമേ, ഞങ്ങളെ കാണണമേ, ഞങ്ങളെ അറിയണമേ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ, വിടുതലിന്റെ ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തോടും സന്തോഷത്തോടും അതിലുമുപരിയായി ദൈവകൃപയോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, സെഖര്യാവിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ചെയ്യരുത്. എന്നിലേക്ക് തിരിയുവീൻ, ഞാൻ നിങ്ങളിലേക്കും തിരിയും. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാം. തമ്പുരാൻ നമ്മിലേക്ക് തിരിയും, നമ്മെ കാണും, നമ്മെ ഏറ്റെടുക്കും, നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി അതാതിടങ്ങളിൽ ഏറ്റവും സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.